ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പാർട്ടി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിങ്ക് ലെമൺ ജ്യൂസ് ആണ്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്, എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ ഡ്രിങ്കിനുള്ളത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനുള്ള വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പോമഗ്രാനറ്റ് ആണ്. പോമഗ്രാനറ്റ് എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങയില്ലേ, അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മീഡിയം സൈസുള്ള പോമഗ്രാനറ്റിൻ്റെ ഒരു കാൽ പോർഷനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ്സിനുള്ള അളവാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ കാൽ പോർഷൻ അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ, അതിൻ്റെ അല്ലികളില്ലേ, അത് 2-3 ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കത് ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പോമഗ്രാനറ്റിൻ്റെ അല്ലികളില്ലേ, അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ എടുക്കുക. അത് നമുക്കൊരു മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ജാറ് മതി. അപ്പോൾ നമ്മളിതേ പോമഗ്രാനറ്റിൻ്റെ അല്ലികൾ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടണം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പോമഗ്രാനറ്റിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. സാധാരണ വെള്ളമില്ലേ, തണുത്ത വെള്ളം വേണമെന്നൊന്നുമില്ല, സാധാരണ വെള്ളം മതി. ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടണം, അത്രേ നമുക്ക് വേണ്ടു. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ വെള്ളത്തിൻ്റെ ചുവ ഒരുപാട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടണം, അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ പോമഗ്രാനറ്റ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സീഡ്സും മറ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിപ്പ് വെച്ചൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്യുമ്പോഴേ കാണാം അതിൻ്റെ ആ കുരുക്കളൊക്കെ, അതിൻ്റെ അകത്ത് അത്യാവശ്യം കുരുക്കളും മറ്റും ഉണ്ട്, അതിൻ്റെ സീഡ്സൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ആ കുരുക്കളോ അല്ലെങ്കിൽ ആ സീഡ്സൊക്കെ എടുത്ത് മാറ്റാം. നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം മതി. ഇതുണ്ടോ, നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ സീഡ്സ് ഒക്കെ വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് 2 ഗ്ലാസ്സിനുള്ള അളവാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ പോമഗ്രാനറ്റിൻ്റെ ജ്യൂസ് നമ്മളിപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു വലിയ ബൗൾ എടുക്കുക, കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കുക. അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പിങ്ക് ലെമൺ ജ്യൂസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ. നമ്മൾ ചൂടുവെള്ളം തന്നെ എടുക്കണം, തണുത്ത വെള്ളമോ സാധാ വെള്ളമോ ഒന്നും എടുക്കരുത്, ചൂടുവെള്ളം തന്നെ വേണം. 1 കപ്പ് ചൂടുവെള്ളം, അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2 ഗ്ലാസിൻ്റെ അളവാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഷുഗറിൻ്റെ അളവും മറ്റ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ അളവ്, ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഷുഗർ ഒന്ന് ഈ ഒരു ചൂടുവെള്ളത്തിൽ മെൽറ്റ് ആവുന്നവരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ആയിക്കോളും. ഇനി ഒരു മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിൻ്റെ വലിയ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പഞ്ചസാര, ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത പഞ്ചസാരയില്ലേ എന്ന് വെച്ചാൽ പഞ്ചസാര വെള്ളം, അതൊന്ന് മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പോമഗ്രാനറ്റ് ജ്യൂസ് നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചില്ലേ, അതെടുത്തിട്ട് ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐസ് ക്യൂബ് ട്രേ കുറച്ച് വലുതാണെന്ന് വെച്ചാൽ ഐസ് ക്യൂബ്സ് കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊരു 8-10 ഐസ് ക്യൂബ്സ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കുഞ്ഞ് ഐസ് ക്യൂബ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് മസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയിൽ. അപ്പോൾ ഐസ് ക്യൂബ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 8-10 ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് നന്നായി ക്രഷായി വരുമ്പോൾ ആ ഒരു ഡ്രിങ്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിക്കും നമുക്കത് കഴിക്കുമ്പോൾ. അപ്പോൾ അതേ നമ്മൾ ബ്ലെൻഡറിലേക്ക് പോമഗ്രാനറ്റ് ജ്യൂസ്, അതുപോലെ തന്നെ ആ ഷുഗറിൻ്റെ മിക്സ്, അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസൊക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ആയിട്ടുണ്ട്. മുകളിലിങ്ങനെ ഒരു പതഞ്ഞിങ്ങനെ അതിൻ്റെ ഫ്രോത്ത് പോലെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങയില്ലേ, ലെമൺ,
അതാണ് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ കുരുക്കളും സീഡ്സൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമ്മൾ ആ ജ്യൂസ് ഈ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 ഗ്ലാസ്സിന് 1 നാരങ്ങ എന്ന അളവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ മിക്സറിൽ വെച്ച് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ബ്ലെൻഡ് ചെയ്യരുത്. ഇനി എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കറക്റ്റ് പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്, കറക്റ്റ് അളവാണ്. നിങ്ങൾ കൂടുതൽ പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ മാത്രം പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പിങ്ക് ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനിത് പിങ്ക് ലെമൺ ജ്യൂസ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു പിങ്കിഷ് കളറാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ പോമഗ്രാനറ്റിൻ്റെ ടേസ്റ്റിനേക്കാളും ലെമണിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിങ്ക് ലെമൺ ജ്യൂസ് എന്ന് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്